ശ്രീ വി രാജഗോപാലൻ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം സത്യം, അമേരിക്ക യുദ്ധത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് തടി തപ്പുകയാണ് ചെയ്തത്. ഒരു തോൽവിയാണെന്നുള്ളത് വ്യക്തം. തീർച്ചയായും അത് നയതന്ത്ര ഭാഷയിലും അവരുടെ അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ഭാഷയിലും ഒക്കെ പച്ചയായിട്ട് സമ്മതിക്കുന്ന ഒരു നാണക്കേടായതുകൊണ്ട് അത് ഇറാനെ ഞങ്ങൾ നശിപ്പിച്ചു, ഇനി ഇവിടെ കാര്യമില്ല എന്നുള്ള മട്ടിൽ അവരുടെ 2 ഓപ്പറേഷൻസും ഫെയിലുവറായി. ആദ്യം നടത്തിയ യുദ്ധം ഇസ്രായേലുമായിട്ട് ചേർന്ന്, പിന്നെ ഒറ്റയ്ക്ക് ഹോർമോസ് കടലിൽ കാണിച്ച സാഹസവും വെറുതെ ആയി പോയി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. അതെ അതെ അതെ. പക്ഷേ ഈ പെട്ടെന്ന് അമേരിക്ക നിരുപാധികം യുദ്ധം നിർത്തി പിന്മാറാൻ ഗൗരവമുള്ള 2 വിഷയങ്ങളുണ്ട്. അതിലൊന്ന്, ഇറാൻ ഈ യുദ്ധകാലത്ത് 3ഓളം ന്യൂക്ലിയർ വാർഹെഡുകൾ നിർമ്മിച്ചു. ഇത് ഉത്തര കൊറിയയുടെ സഹായത്തോടെയാണ് നിർവഹിച്ചത്. ഇതിൻ്റെ രഹസ്യ വിവരം ഇറാനിൽ നിന്ന് തന്നെ, ഒരുപക്ഷെ ഇസ്രായേൽ ചാരസംഘടനകളും ആവാം, അമേരിക്കയ്ക്ക് ലഭിച്ചതിനെ തുടർന്നാണ് പെട്ടെന്ന് ധൃതി വച്ചൊരു തീരുമാനമെടുക്കാൻ കാരണം. അതുമാത്രമല്ല, 4 ദിവസം മുമ്പ് ഇറാഖിൻ്റെ മുകളിൽ പറന്ന ഒരു അമേരിക്കൻ യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടു. നിമിഷങ്ങൾക്കുള്ളിൽ കാണാതായി എന്നാണ് വാർത്ത. പക്ഷേ ഇറാൻ വെടിവെച്ചിട്ടതാണ്. ഈ 2 സംഭവങ്ങളും അമേരിക്കയുടെ നട്ടെല്ലൊടിച്ചു, നാണക്കേടായി. മാത്രമല്ല, ഇപ്പം തന്നെ യുദ്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ വയ്യാത്തത്ര ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളും അല്ലാത്ത പ്രശ്നങ്ങളും അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. ഈ മധ്യ ഇറാനിലുള്ള ഭൂഗർഭ ആണവ നിലയത്തിലാണ് ഈ ആണവായുധ നിർമ്മാണം നടന്നത്. നേരത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും അവരുണ്ടാക്കി വെച്ചിരുന്നു. അതിൻ്റെ ഫൈനൽ സ്റ്റേജ് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഉത്തര കൊറിയ മുൻകൈയെടുത്ത് അവരെ സഹായിച്ചാണ് ഈ ആണവായുധങ്ങൾ നിർമ്മിച്ചത്. ഇതിനെ സംബന്ധിക്കുന്ന വിവരം ഇസ്രയേലിനും ലഭിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, ഇനി ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാൻ്റെ സർവനാശമായിരിക്കും ഫലം എന്ന് അമേരിക്കയെ ഇറാൻ അറിയിച്ചു. യുദ്ധം തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ മാന്യമായ ഒരു പരിഹാരമാണ് ഇതിന് വേണ്ടത്. ചുരുക്കി പറഞ്ഞ പാകിസ്ഥാന്റെയും അസീം മുനീറിന്റെയും മധ്യസ്ഥതയ്ക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല. ഒരു റോള് വെറുതെ, ഉറപ്പായിട്ടും അവര് വെറുതെ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനെ അമേരിക്ക വെറുതെ ഉപയോഗിക്കായിരുന്നു. കാരണം ഇറാനെതിരെ, അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു മധ്യസ്ഥം വഹിക്കാൻ ലോകത്തെ ഒരു രാജ്യങ്ങളും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ആരും അതിന് മുന്നിട്ടിറങ്ങിയിട്ടില്ല. ഇറാൻ പല പ്രാവശ്യം ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഇടപെടണമെന്ന്. പക്ഷെ ഇന്ത്യ ഇടപെടാത്തത് കാരണം ട്രംപിനെ പോലെ ഒരാളിനോട് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി വിജയിക്കാൻ പാടാണ്. കാരണം അങ്ങേർക്ക് സ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യനാണ്, അപ്പോൾ ഗോളുകൾ മാറുന്ന ആളാണ്. അതുകൊണ്ടാണ് അവരതിൽ നിന്ന് പിന്മാറിയത്, ഇന്ത്യ പിന്മാറിയത്. അപ്പോൾ പിന്നെ ഏക ആശ്രയം പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞാലും കേൾക്കും. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ അവർ ഉപയോഗിച്ചു. അവരുടെ താല്പര്യം അനുസരിച്ച് എന്തൊക്കെയോ പാകിസ്ഥാനെ കൊണ്ട് പറയിച്ചു. എന്നിട്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് ചാരനാണെന്നും പറഞ്ഞ് അത് നിർത്തുകയും ചെയ്തു. അവരെ വിശ്വാസമില്ല. ഇറാൻ ആദ്യമേ പറഞ്ഞിരുന്നു പാകിസ്ഥാനെ വിശ്വാസമില്ല. ചുരുക്കി പറഞ്ഞ ഇത് ഇറാനും വിശ്വാസമില്ല പാകിസ്ഥാന്, അമേരിക്കയ്ക്കും വിശ്വാസമില്ല പാകിസ്ഥാൻ. അതെ അതെ. പാകിസ്ഥാൻ വാസ്തവത്തിൽ നാണം കിട്ടും. എല്ലാവരും പറയുന്നു, പിന്നെ ഇക്കണോമിസ്റ്റ് വീക്കിലിയൊക്കെ എഴുതിയിരിക്കുന്നത്, പിന്നെ പാകിസ്ഥാനിൽ നിന്ന് ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രോങ് മാൻ വന്നിരിക്കുന്നു, അസീം മുനീറിനെ പറ്റി പറഞ്ഞിരിക്കുക. അതിലൊന്നും ഒരു കഴമ്പും ഇല്ലെന്നുള്ളതാണ് സത്യങ്ങൾ പറയുന്നത്. അതായിരിക്കട്ടെ, നമുക്കിപ്പോൾ സോഴ്സ് ആരെന്ന് ചോദിക്കുന്നില്ല, എങ്കിലും എവിടെ നിന്നുള്ള സോഴ്സാണ് നമുക്ക് ഈ വാർത്ത? ഉത്തര കൊറിയയിൽ നിന്നുള്ള, നോർത്ത് കൊറിയയിൽ നിന്നുള്ള വാർത്ത അത് വിശ്വസിക്കാവുന്നതാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെയുള്ള മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത, നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയ്ക്ക് എത്രത്തോളം വിശ്വാസ്യതയുണ്ടോ അത്രയൊക്കെ അവിടെയുണ്ട്. അവിടെയുള്ള മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഈ വിവരം പുറത്ത് വന്നതോടുകൂടിയാണ് അമേരിക്ക ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയും മറ്റേ ഹോർമുസ് ഉപരോധവും എല്ലാം നിർത്തിയത്. ഹോർമുസിലുണ്ടായിരുന്ന പടക്കപ്പലുകളിൽ ഒരെണ്ണം ആൾറെഡി പോയി കഴിഞ്ഞു, മറ്റത് വലിയ താമസമില്ലാതെ വിടും എന്നാണ് പറയുന്നത്.
വിടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പഴുത് കിട്ടാൻ അല്ല, ഇപ്പം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഇനി ഇറാനെ ആക്രമിക്കില്ല എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. അതെ. അപ്പോൾ ഈ സമാധാന ചർച്ചകൾ കൊണ്ട് തീരാത്തത് ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടെന്ന് പറഞ്ഞത് അത് അവർക്കുണ്ട് എന്ന് തന്നെയാണ്. കാരണം വെറുതെ അല്ല. പിന്നെ ഇതിനു മുമ്പൊരിക്കൽ ഇതേ മാധ്യമത്തിൽ നിന്ന് തന്നെയുള്ള റിപ്പോർട്ട് ഞാൻ ഒരിക്കൽ താങ്കളോട് പറഞ്ഞിരുന്നു. അതായത് ന്യൂക്ലിയർ എൻറിച്ച്ഡ് യുറേനിയം 149 കിലോഗ്രാം ഇറാൻ അവിടുന്ന് മാറ്റിയെന്ന്. പക്ഷെ ഇറാൻ മാറ്റിയത് യുറേനിയം അല്ല, അവശിഷ്ടങ്ങളാണ് മാറ്റിയത്. ഈ പ്രോസസ്സ് കഴിഞ്ഞുള്ള അതാണ് മാറ്റിയത്. ഇതിനൊപ്പം ഇറാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പണ്ട് മുതലേ അമേരിക്ക ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇറാനിൽ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ്. അത് 3 തരത്തിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. ഉണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട് പിന്നെ ഗവൺമെന്റിന്റെ പിടിപ്പുകേടും ജനങ്ങളുടെ ദുരിതവും പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങളുണ്ട്. ഒപ്പം ഷായുടെ മകൻ അമേരിക്കയിലുള്ള പേര് ഞാനങ്ങ് മറന്നു, എന്തോ ഒരു ഷായാണ്. അതെ അതെ. അയാൾ അയാൾ വന്ന് അയാളുടെ നേതൃത്വത്തിൽ പുതിയ ഭരണകൂടം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് നടക്കാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഇപ്പോ ഇറാനിൽ നടക്കുന്നത്. ഇതില് ഈ ഷായെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നവരെ മാത്രമേ ഇറാൻ അടിച്ചു ഒതുക്കുന്നുള്ളൂ. അല്ലാത്തവരെയൊക്കെ ഫ്രീ ആയി അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതുപോലെ ഇറാനില് ഒരു ഭരണമാറ്റം ആയിരുന്നല്ലോ അമേരിക്കക്കാരുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന്. മാറ്റം എണ്ണ അവിടുന്ന് എടുത്തോണ്ട് പോകല, സമ്പുഷ്ടീകരിച്ച യുറേനിയം എടുത്തോളൂ. ഇതൊക്കെ നടന്നില്ല. പക്ഷെ അതില് ഒന്ന് നടന്നു. ഭരണമാറ്റം, അതായത് ക്ലർജി ഭരണം അവസാനിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അത് അവരുടെ ശ്രമഫലം കൊണ്ടൊന്നും അല്ലെങ്കിലും IRGC അവിടുത്തെ സൈനിക വിഭാഗം എല്ലാ പുരോഹിതന്മാരെയും ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി. അതെ, അത് വലിയൊരു വൈരുദ്ധ്യമുണ്ട് അതിൽ. കാരണം ഈ ക്ലർജി അവരുടെ ആധിപത്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഫോഴ്സായിട്ട് ഉപയോഗിച്ചിരുന്ന, അല്ല രാജ്യരക്ഷയ്ക്ക് വേണ്ടി അല്ല, അവരുടെ ആത്മീയ അല്ലെങ്കിൽ മതപരമായ ആധിപത്യത്തിനെ ഒരു തൂണായിട്ടും ഒരു ഡിഫൻസായിട്ടും രക്ഷാ കവചമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് IRGC. ആ IRGC തന്നെ ആ മതാധിപത്യത്തിനെ അല്ലെങ്കിൽ മത മേലധ്യക്ഷന്മാരെ, അവരുടെ സംഘടനയുടെ പേര് ഷൂറ എന്നാണ്. ആ ഷൂറയെ ഒതുക്കിയിരിക്കുന്നു എന്നാണ്. അതെ അതെ അതെ. അതിന് കാരണം ഒന്ന് മൊജ്താബോ ഖമേനി എന്താ പറയുക ഒരു മരണശയ്യയിലാണ്. അവർക്കൊന്നും അറിയാനോ കേൾക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥ. പിന്നെയുള്ള 70 അംഗ ഹൂറയിലെ ഏതാണ്ട് ഷൂറയിലെ ഏതാണ്ട് 43 പേര് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആദ്യത്തെ ആക്രമണമല്ല, രണ്ടാമത് അവർ നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ വളരെ വിരലിലെണ്ണാവുന്നവരെ ബാക്കിയുള്ളൂ. അവരെയൊക്കെ IRGC വീട്ടുകിടങ്ങലിലാക്കിയിരിക്കുകയാണ്. ഇതുവരെ മറ്റേ മരിച്ച ഖമനയുടെ മൃതദേഹം ഇതുവരെ അടക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് അന്നേരം ഈ അധ്യക്ഷന്മാർക്ക് അവിടെ പോകേണ്ടി വരും. അപ്പൊ ഇസ്രായേൽ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യും. ആ ഒരു ഭയം കൊണ്ട് തന്നെയാണ് അവരത് ചെയ്യാത്തത്. അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടില്ലെന്നൊരു വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി. അല്ല, മരിച്ചു എന്നുള്ളത് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒരു മമ്മിയായി ഫറാവ രാജാക്കന്മാരെ വെച്ച് അടക്കം ചെയ്തതുപോലെ മരുന്നുകൾ ഒക്കെ ഉള്ള പിന്നെ പെട്ടിയിൽ മമ്മിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കാരണം ഈ നേരത്തെ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തിലെ 2 പേരെ മാത്രമേ ഇപ്പോ ഇറാനിൽ അധികാരത്തിൽ നിലനിർത്തിയിട്ടുള്ളൂ. അത് അരാക്ചിയും പെഷസ്കിയാനും, പ്രസിഡന്റ് പെഷസ്കിയാനും വിദേശകാര്യമന്ത്രി. ബാക്കി എല്ലാവരെയും. പക്ഷെ സ്പീക്കർക്ക് ഒരു റോളില്ല. സ്പീക്കർക്ക് ചില റോളുകൾ ഇന്നലെയോ മെനിയാന്നോ ഒക്കെ കണ്ടിരുന്നു. അയാൾ ചില അഭിപ്രായങ്ങൾ പറയുന്നതായിട്ടാണ് കണ്ടത്. അല്ല, മധ്യസ്ഥ ചർച്ചയ്ക്കായിട്ട് പാകിസ്ഥാനിൽ പോയതും അയാൾ തന്നെയായിരുന്നു. അങ്ങനെ ചില അതൊക്കെ അതിനു മുമ്പായിരുന്നു. ഈ അട്ടിമറി നടക്കുന്നതിന് മുമ്പായിരുന്നു. അതിനുശേഷമാണ് അട്ടിമറി. അതെ അതെ അതെ. അത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് അയാൾ പോയത്. പക്ഷെ ഇന്നലെ പാർലമെന്റ് സ്പീക്കറുടെ ഒരു പ്രസ്താവന ഇറാനെതിരെ അല്ല അമേരിക്കയ്ക്കെതിരെ വന്നിരുന്നു.
അമേരിക്കയ്ക്കെതിരെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. അല്ലാതെ നിങ്ങൾ തോറ്റു മടങ്ങുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ തോറ്റു, നിങ്ങളുടെ എല്ലാ ഓപ്പറേഷൻസും നിങ്ങൾ തോറ്റത് കൊണ്ടാണ് പോകുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല എന്ന് ഞാൻ പിന്നെ എന്താ പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് നമ്മളുടെ ചർച്ച പിന്നെ അതുപോലെ വ്യവസ്ഥകൾ വെച്ചുള്ള ചർച്ച വിജയമായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇറാൻ സമ്മതിച്ചു എന്നും പറഞ്ഞാണ്. പക്ഷേ ഇറാൻ ഒന്നും സമ്മതിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നലെ ഇറാൻ ഒരു ബദൽ സജഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മറുപടി നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ മറുപടി കൊടുത്തു. എന്നിട്ട് അമേരിക്ക ഇന്നലെ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയെ സംബന്ധിക്കുന്ന അഭിപ്രായം ഇന്ന് ഇറാൻ ഭരണകൂടം പറയും എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കാത്തിരിക്കുകയാണ്. അത് പറഞ്ഞത് ഇറാൻ ഒരുപാട് അയഞ്ഞിട്ടുണ്ട്, ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് പുതിയ വ്യവസ്ഥയിൽ നിന്നാണ്. എന്തെങ്കിലും വഴി പറഞ്ഞെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു അവരിപ്പോൾ രക്ഷപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ചിലപ്പോൾ അതിലും കുറെ സത്യം കാണും. കാരണം യുദ്ധം ഇറാനും വലിയ കെടുതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ ഇറാന് നാമമാത്രമായ നഷ്ടം വരുത്തുള്ളൂ. അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഡാമേജസ് എന്ന് പറയുന്നത് വൻതോതിലുള്ള ഭയങ്കര. അത് ഈ ഡീഗോ ഗാർഷ്യയിൽ നടത്തിയ ഒറ്റ ആക്രമണം മതി. അതവിടെ ചെന്നില്ല. പക്ഷെ അതവിടെ ചെന്നില്ലെങ്കിലും അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ മുച്ചൂടും തകർച്ചയാണ്. ലോക 1-ാം നമ്പർ പോലീസാണെന്നുള്ള അതിന്റെ അഹങ്കാരം തീർത്തു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടുകൂടി പകുതി തീർന്നത് ഇപ്പൊ മുഴുവനാക്കി കൊടുത്തിരിക്കുകയാണ് ഇറാൻ എന്നാണ് ഇപ്പൊ ഏറ്റവും പുതിയ എല്ലാ മാധ്യമങ്ങളും, ഈ പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം അമേരിക്കൻ പക്ഷം അവരെല്ലാം ഇപ്പൊ സമ്മതിച്ചിരിക്കുകയാണ്. ഭയങ്കരമായ ഭീമമായ നഷ്ടങ്ങളാണ് ഇതുകൊണ്ട്. കണക്ക് നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇതുണ്ടാക്കി. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ അമേരിക്ക പ്രോജക്ട് ഫ്രീഡം US എന്ന് പറയുന്നത് ഉപേക്ഷിച്ചു. അതിന് മുമ്പേ തുടങ്ങി വെച്ച ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി, പേര് മച്ചു പോയത് എപ്പിക് ഫ്യൂറി, ആ ഫ്യൂറി അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വാലും മടക്കി വാലും ചുറ്റി വെച്ചുകൊണ്ട് തിരിച്ചുപോയി. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നടുക്കടലിൽ മുങ്ങിക്കിടന്നതിന് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയവർ അതേ പിടിക്കുമെന്ന് പറഞ്ഞ പോലെ അസീം മുനീർ ഉണ്ടാക്കിയ ഈ മധ്യസ്ഥ ചർച്ചയിൽ പിടിച്ചു തൂങ്ങി, ഈ വ്യവസ്ഥകളിലും കടിച്ചു തൂങ്ങി അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഈ കപ്പലുകളും ട്രംപും തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് സമാധാനം, ഭൂമിയിൽ സമാധാനം, പശ്ചിമേഷ്യയിൽ സമാധാനം, യുദ്ധം ഉടനെയൊന്നും ഉണ്ടാക്കാനുള്ള ശക്തി ഇസ്രായേൽ ലെബനനിൽ മാത്രമായിട്ട് അത്രേ ഉള്ളൂ. മാത്രമല്ല ഇസ്രായേലും ഭയന്നിരിക്കുകയാണ്. കാരണം ഇസ്രായേലിന്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ സമീപനങ്ങളും റിയാക്ഷനും കണ്ടാൽ അറിയാം, അവർ വളരെ പതുങ്ങിയാണ് ഇരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇറാൻ അത് വളരെ ശക്തമായിട്ടൊരു വിജയം ജിയോ പൊളിറ്റിക്കൽ ലെവലിലും പൊളിറ്റിക്കൽ ലെവലിലും അവരുടെ പിന്നെ രാജ്യത്തിൻ്റെ നാഷണൽ തലത്തിൽ നേടിയിരിക്കുകയാണ്. വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഉർവശി ശാപ ഉപകാരം പോലെ അവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭം കെട്ടടങ്ങി ഒറ്റയടിക്കുക. കൂടുതൽ കലാമിറ്റികൾ ഉണ്ടാവാതെ, കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാവാതെ അത് അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുന്ന ചിത്രം. ഇത് ശാശ്വതമായിരിക്കുമോ? ഏറെക്കുറെ ശാശ്വതമായിരിക്കും. കാരണം ഈ യുദ്ധത്തിൽ നിന്ന് എല്ലാവരും പഠിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്ക പഠിച്ചു, ലോക പോലീസ് ചിലവാകില്ലാന്ന്. ഇനി ഇസ്രയേലാണ് ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചഴിച്ചു കൊണ്ടുവന്നത്. ആ ഇസ്രയേലിനും ബോധ്യമായി. കാരണം ഇസ്രയേലിനെതിരെ ഇറാൻ തൊടുത്ത മിസൈലുകളിൽ 60% മാത്രമേ പ്രതിരോധിക്കാൻ അവരുടെ അയൺ ഡോമിന് കഴിഞ്ഞുള്ളൂ. ബാക്കി 40% വൻ നാശനഷ്ടം ഇസ്രായേലിൽ വരുത്തി വെച്ചു. ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വൈര ജീവിതം അപ്രാപ്യമായ അവസ്ഥയായി തീർന്നിരിക്കുകയാണ്. ഹൈഫൈ തുറമുഖത്തിനുമൊക്കെ വമ്പിച്ച നാശം. അവരൊരു മര്യാദ കാണിച്ചു. സിവിലിയൻ ഏരിയസിലേക്ക് അവർ മിസൈൽ വർഷം നടത്തിയിട്ടില്ല. ആ മര്യാദ അവർ കാണിച്ചു. ഇറാന്റെ ആ സംസ്കാരത്തിൽ അടിസ്ഥാനമായ ഒരു പാരമ്പര്യം തീർച്ചയായിട്ടും അവർ അതിൽ കാണിച്ചു നമുക്ക് വിചാരിക്കും. മാത്രമല്ല ഇസ്രായേലിലെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ കുറവാണ്. അവിടെ ഉണ്ടായിരുന്നതിലൊരു 40% ആളുകളും അമേരിക്കയിലോ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കോ പോയി ഇവിടെ മടുത്തിട്ട് ഇനി അവരവിടെ വേണ്ട. അങ്ങനെയാണ് അവരുടെ തീരുമാനം. അപ്പോൾ പഴയ ഇസ്രായേൽ ഉണ്ടായത് ഇതുപോലെ വെളിയിൽ കിടന്ന ജൂതരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്നാണ്. ഇപ്പോൾ ജൂതന്മാർ വീണ്ടും പഴയതുപോലെ പലയിടത്തായി ചിന്നിച്ചിതറിപ്പോയി. ഓക്കെ. അപ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളെയൊക്കെ മൂടി വെച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തെ മൂടി വെച്ചിരുന്നു. ഓക്കെ, അതിനകത്തുള്ള ഈ ഇമ്രാൻഖാൻ്റെ ഫാൻസായിട്ടുള്ള ആൾക്കാരുടെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെ ആൾക്കാരുടെ അസംതൃപ്തിയൊക്കെ മൂടി വെച്ചിരുന്നത് ഈ യുദ്ധത്തിൻ്റെ മറവിലാണ്, തൊട്ടടുത്ത് നടക്കുന്ന യുദ്ധത്തിൻ്റെ മറവിൽ. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ അത് മൂടി തുറന്നു. സോഡാക്കുപ്പി
തുറക്കുന്നത് പോലെ മൂടി വരുമെന്നുള്ളതായിരിക്കും വാസ്തവത്തിൽ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് അതെ 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 സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാൻ പോവുകയാണ് ഇനി. കാരണം പശ്ചിമേഷ്യയിലെ ഇറാൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇറാഖ് എന്ന് പശ്ചിമേഷ്യയിലെ കുറേ ഇറാഖ് അങ്ങനെ കുറേ രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ്റെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞിരുന്നത്. അമേരിക്ക സൈന്യത്താവളം നിർമ്മിക്കുക, അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ സുരക്ഷ കൊണ്ടൊന്നും കാര്യമില്ല എന്ന് ഈ യുദ്ധം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. വേറൊരു കാര്യം കൂടെ ഞാൻ കേട്ടു, അതായത് റഷ്യ അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് പുതിയൊരു സഖ്യം ഉണ്ടാകാൻ പോകുന്നുണ്ട്. പുതിയൊരു സഖ്യത്തിന്റെ അല്ല, അങ്ങനെയല്ല, അതിലെ ബാഹ്യ ഇടപെടലിനും അത് ഒരു രക്ഷാകവചം. അതെ അതെ, അത് 2023 മുതലേ റഷ്യ മുൻകൈ എടുത്ത് നടന്നു വരുന്ന ഒരു വിദേശ നയതന്ത്ര പ്രോസസ്സാണ്. അതിൽ സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, UAE, ഇറാൻ ഇവരുടെ തമ്മിലുള്ള ബന്ധം, അത് ഉഭയകക്ഷി ബന്ധം എല്ലായിടത്തും നിലച്ചിരിക്കുകയാണ്. ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാനും അവരുടെ ഈ പരസ്പരമുള്ള അവിശ്വാസം അവസാനിപ്പിച്ച് ഈ പ്രതിരോധ സംവിധാനം ഈ രാജ്യങ്ങൾക്കെല്ലാം കൂടെ ഒറ്റ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കാനും ഒരു ശ്രമം റഷ്യ 2023 നടത്തി വരികയാണ്. പക്ഷെ അത് സക്സസ് ആയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി, അതായത് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇന്ത്യ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുകയും സൗദി രാജാവുമായിട്ടും കുവൈറ്റ് രാജാവുമായിട്ടും UAE-യുമായിട്ടും ഇറാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ടും ഇവരെ ചർച്ച നടത്തിയിട്ടുണ്ട്. അതായത് അതിനായിരിക്കണം കഴിഞ്ഞ ദിവസം സൗദി അറേബ്യ അതുപോലെ UAE സന്ദർശിക്കുകയുണ്ടായി. അതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കും. അല്ല, ഇതിന്റെ ഒരു റിസൾട്ട് ഇനിയാണ് വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് വരാൻ പോണത്. ഇനി അമേരിക്ക ഇതുപോലൊരു യുദ്ധം, ഇസ്രായേൽ ഇതുപോലൊരു യുദ്ധം പശ്ചിമേഷ്യയുടെ മണ്ണിൽ അല്ലെങ്കിൽ ഏഷ്യയുടെ മണ്ണിൽ ഇനി നടക്കും. അത് തന്നെ, അതിനാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഇന്ത്യയുടെ നിലനിൽപ്പ് ഏറ്റവും അധികം നഷ്ടം ഉണ്ടാക്കി. അതെ അതെ, ഇന്ത്യയുടെ നിലനിൽപ്പിന് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സമൃദ്ധി അത്യാവശ്യമാണ്. വേറൊരു വാർത്തയും കൂടി ഇതിനിടയ്ക്ക് നമുക്ക് ചേർത്ത് വായിക്കേണ്ടത്. ചൈന പറഞ്ഞു, ചൈനയുടെ വിദേശകാര്യ ചുമതല വഹിക്കുന്ന ആൾ പറഞ്ഞു, ഈ ചർച്ചയിൽ ഇടപെടാൻ ചൈന സന്നദ്ധമാണ്, ഇതിന് മധ്യസ്ഥ വഹിക്കാൻ അവർ സന്നദ്ധമാണ്. അതെ അതെ അതെ, അത് ഏറ്റവും അവസാനം വിഷയമായിട്ട് വരും. ലോകത്തിലെ നമ്പർ 1 ശക്തികളിൽ കൂട്ടാവുന്ന, ഇനിയിപ്പോൾ നമ്പർ 1 എന്നില്ല, തുല്യ ശക്തികളായ റഷ്യ, ചൈന, അതുപോലെ തന്നെ ഇന്ത്യ, ഇതും പിന്നെ ഗൾഫ് രാജ്യങ്ങളും കൂടെ ചേർന്ന ഒരു കൂട്ടായ്മ വരും. ഈ ഏഷ്യയുടെ മണ്ണിൽ ഇനി ഇതുപോലുള്ള 7 കടലുകൾക്കപ്പുറത്തു നിന്നും മറ്റും വരുന്ന ആളുകളുടെ ഒരു ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ സാമ്പത്തികവും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കലുമായിട്ടുള്ള അവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിക്ക് ഒരു തടയായിട്ട് ഇത് വർദ്ധിക്കുമെന്നുള്ള ഒരു ഉപസംഹാരം നമുക്ക് നടത്താം. തീർച്ചയായിട്ടും.